കലാഭവൻ നവാസ് എന്ന കലാകാരൻ ഈ ഭൂമിയോട് ഇവിടെ പറഞ്ഞിട്ട് 4 മാസം പിന്നിടുന്നു. വളരെ അപ്രതീക്ഷിതമായ ഒരു മരണവാർത്തയായിരുന്നു നടത്തിയത്. ഷൂട്ടിങ്ങിനിടെയായി പോയി നടനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നു ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയത്. ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം. 51കാരനായ നവാസ് ഫിറ്റ്നസ് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. ഭക്ഷണത്തിലും വ്യായാമത്തിലും എല്ലാം കൃത്യനിഷ്ഠത പാലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത്തരത്തിലൊരു മരണം വന്നു എന്നത് ജനങ്ങളെ ഒന്നാകെ സങ്കടപ്പെടുത്തിയത്. 3 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഭാര്യ രഹനയെ ഏൽപ്പിച്ചാണ് കലാഭവൻ നവാസ് പോയത്. നടൻ്റെ വേർപാട് വാർത്തയെ പുറത്തു വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് രഹനയുടെയും മക്കളുടെയും മുഖമാണ്. നവാസ് എന്ന് പറഞ്ഞാൽ ജീവനാണ് 4 പേർക്കും. മാതൃകാ ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ദാമ്പത്യം നയിച്ചവരാണ് നവാസും രഹനയും. നവാസിൻ്റെ മരണശേഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മനോഹരമായ ഓർമ്മകളും വീഡിയോകളും എല്ലാം മക്കൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ രഹനയുടെ അവസ്ഥ എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. വാപ്പച്ചിയുടെ മരണം അറിഞ്ഞ ശേഷം ഉമ്മച്ചി ആകെ തളർന്നു പോയിരുന്നു എന്നും ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ ഉമ്മച്ചി ജീവനോടെ ഇരിക്കുന്നത് എന്നും മക്കൾ ഒരിക്കൽ രഹനയെക്കുറിച്ച് എഴുതി പോസ്റ്റ് ചെയ്തത്. പ്രിയതമൻ്റെ വേർപാട് സംഭവിച്ചത് 4 മാസം പിന്നിടുന്ന സമയത്ത് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് താരഭവൻ. നവാസിനോടൊപ്പമുള്ള വീഡിയോ പങ്കുവച്ച് രഹനയെക്കുറിച്ച് ഇങ്ങനെയാണ്: എന്നെ വിഷമത്തിലേക്ക് പോകാൻ പോലും അദ്ദേഹം അനുവദിച്ചില്ലായിരുന്നു എന്നായിരുന്നു രഹനയുടെ വാക്കുകൾ. ഒപ്പം മുമ്പൊരിക്കൽ നവാസിനോടൊപ്പം തന്നെ ബീച്ചിൽ പോയപ്പോൾ പകർത്തിയ വീഡിയോയും രഹന പങ്കിട്ടു. കടലിലെ തീയെണ്ണി ആലോചനകൾ മുങ്ങിമുക ആയിരിക്കുന്ന രഹനയുടെ അടുത്തേക്ക് മനോഹരമായ ഒരു പാട്ടും മോളി എത്തുന്ന നവാസിൻ്റെ വീഡിയോയിൽ കാണാം. ഉള്ളു പൊള്ളിക്കുന്ന രഹനയുടെ പോസ്റ്റ് ഇരുവരുടെയും ഫോളോവേഴ്സിനെയും കണ്ണുകൾ നയിപ്പിച്ചിരുന്നു. രഹന സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സന്തോഷമുണ്ടാകും. എൻ്റെ ജീവിതം എടുത്തിട്ട് പാവം നവാസിക്ക ഇവിടെ ജീവിക്കാൻ വിടാമായിരുന്നു. എനിക്ക് സംശയങ്ങളില്ല, പക്ഷെ സന്തോഷമായി ജീവിക്കുന്നവരെ പിരിക്കേണ്ടായിരുന്നു എന്നിങ്ങനെ കുറിച്ചവരുമുണ്ട്. രഹനയും നവാസും പ്രണയിച്ച് വിവാഹിതയായവരാണ്. നവാസ് ഷൂട്ടിങ്ങിനിടെ പോകുമ്പോൾ ആ കുറച്ച് ദിവസത്തെങ്കിലും പിരിഞ്ഞു താമസിക്കുന്നത് ഇരുവരുടെയും വേദനിപ്പിക്കുന്ന. ദൂരത്തേക്ക് പോയാലും കഴിവതും വേഗം രഹനയുടെയും മക്കളുടെയും അടുത്ത് മടങ്ങിയെത്തുന്നതായിരുന്നു നവാസും. നവാസിനെ എപ്പോഴും കൺനിറയെ കണ്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇരിക്കാനുള്ള ആഗ്രഹം മൂലം പകൽ തന്നെ രഹന ഉറങ്ങാൻ പോലും അനുവദിക്കില്ലായിരുന്നു എന്നാണ് നവാസ് ഒരിക്കൽ അനുഭവത്തിൽ പറഞ്ഞത്. രഹന അത്രത്തോളം നവാസിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. ഇത് മുന്നോട്ട് ജീവിക്കാൻ രഹനയെ പ്രേരിപ്പിക്കുന്ന ഘടകം നവാസിൻ്റെ 3 മക്കളാണ്. സിനിമയിൽ വീണ്ടും നല്ല നല്ല വേഷങ്ങൾ നവാസിന് ലഭിച്ചു തുടങ്ങിയത് മരണത്തിൻ്റെ മുമ്പ് ഇരുവരും ഒരുമിച്ച് ഇഴ എന്നൊരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. നവാസിൻ്റെ മരണശേഷം യുദ്ധച്ചടങ്ങ് അനുഷ്ഠിച്ചു വരികയായിരുന്നു രഹന. അതായത് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവും രഹനയ്ക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രഹന തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നവാസിനെ കുറിച്ച് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പഴയതെല്ലാം ഓർത്ത് വിഷമിക്കാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതിയൊരു ജീവിതം തുടങ്ങുന്നു രഹന എന്നാണ് പലരും രഹനയോട് പറയുന്നത്. കാരണം ഇനി നവാസ് ഇല്ല എന്ന സത്യം, മരണം അത് സത്യമാണ്. അത് രഹന മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ മക്കൾക്കായി ഇനി സന്തോഷത്തോടെ ജീവിക്കൂ എന്നാണ് രഹനയോട് പലരും പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.